ഹായ് ഫ്രണ്ട്സ്, കർക്കിടക മാസത്തിൽ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കൂ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഉലുവയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് കഴുകി നല്ലതുപോലെ കുതിർത്തെടുക്കാം. 5-6 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായി കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് കല്ലരിച്ചിട്ട് എടുക്കുന്നത് നല്ലതാണ്, ചിലപ്പോൾ ഇതിൽ കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗവിൽ ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുതിർത്തെടുത്തത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ നിറഞ്ഞു പോയതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നാളികേര പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നാളികേരപ്പാൽ ഞാനിങ്ങനെ 1-ാം പാല് 2-ാം പാൽ എന്നുള്ളത് വേർതിരിച്ചെടുത്തിട്ടൊന്നുമില്ല, ഒരുമിച്ച് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ പ്രത്യേകിച്ച് മരുന്ന് കൂട്ടുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് വീട്ടിലെല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം. ഉലുവയുടെ ചെറിയൊരു കയ്പുണ്ടാവും, എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കുറച്ചധികം ചുവന്നുള്ളി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളി ഇതുപോലെ നെയ്യിൽ മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഉലുവക്കഞ്ഞിയുടെ മണവും രുചിയൊക്കെ ഒന്നും കൂടെ കൂടുകയുള്ളൂ. നെയ്യിൽ മൂപ്പിച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാം, ഇലക്കറികളോ തോരനോ ഒക്കെ കൂട്ടിച്ചേർത്തും കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.